ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. പേര് ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ ഒട്ടും കളയാതെ ഒരു ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. ഉൾഭാഗം പിങ്ക് കളറുള്ളതും ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചത് വൈറ്റ് കളറാണ്. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്കിങ്ങനെ അടർത്തിയെടുക്കാവുന്നതാണ്. ഈ ഫ്രൂട്ട് വളരെ ഗുണമുള്ളതാണ്. പക്ഷെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ വലിയ മധുരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിക്കാൻ മടിക്കാറുണ്ട്. കാരണം വില കൂടുതലാണ്. ഇത് ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ജ്യൂസ് അടിക്കാം. അതിന് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആവശ്യത്തിന് തണുത്ത പാലൊഴിക്കണം. ഞാനിതിൽ അല്പം മധുരത്തിന് വേണ്ടി തേനാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. തേനാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് നമുക്ക് മിക്സിക്കകത്തൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും വേണ്ട. അതിലെ ചെറിയ കറുത്ത കുരുക്കൾ തന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.